നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിമിഷപ്രിയ വിഷയത്തിൽ കേരളത്തിലെ ഓരോ ചലനവും യമൻ പൗരനായ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തി എങ്ങനെ അറിയുന്നു? മലയാളം അറിയാത്ത വ്യക്തിയാണ്. പക്ഷേ മലയാളം അറിയുന്ന ഏതോ മലയാളികൾ ഈ ഒരു വിഷയത്തിൽ ഒരു പാരവെപ്പ് നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ ശക്തമാവുകയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച അവകാശവാദത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഖ്തിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തി രംഗത്ത്. തങ്ങളുടെ ഭാഗം തീർന്നു എന്ന് പറഞ്ഞ കാന്തപുരം മുസ്ലിയാർ മാപ്പ് പറയുകയാണ് വേണ്ടതെന്നാണ് അബ്ദുൾ ഫത്താഹ് മഖ്തി പറയുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ആരും അംഗവുമായി നടത്തിയിട്ടില്ലെന്നും മഖ്തി പറഞ്ഞു. തങ്ങളുടെ അവകാശം നിയമത്താലും ഇസ്ലാമിക വിധികളാലും പരിരക്ഷിക്കപ്പെട്ടതാണെന്നും കളവ് പ്രചരിപ്പിക്കുന്നത് കാന്തപുരം നിർത്തണമെന്നും തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. നേരത്തെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയും അബ്ദുൾ ഫത്താഹ് മഖ്തി രംഗത്ത് വന്നിരുന്നു. കാന്തപുരമോ ഷൈഖ് ഹബീബ് ഉമറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അബ്ദുൾ ഫത്താഹ് മഖ്തി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്നും കളവ് പ്രചരിപ്പിക്കുന്നതെന്നും അബ്ദുൾ ഫത്താഹ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും നീതി മാത്രമാണ് ആവശ്യമെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി. ഇതിനെതിരായ വാദങ്ങൾ തെളിയിക്കാൻ അബ്ദുൾ ഫത്താഹ് മഖ്തി കാന്തപുരത്തെ വെല്ലുവിളിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചും തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തി നേരത്തെ രംഗത്തെത്തിയിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൾ ഫത്താഹ് മഖ്തി വെളിപ്പെടുത്തിയിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് അബ്ദുൾ ഫത്താഹ് മഖ്തിയുടെ ആവശ്യം. വധശിക്ഷ നീട്ടിവെച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൾ ഫത്താഹ് മഖ്തി പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നുവെന്നും പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഉറച്ച നിലപാടാണെന്ന് സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തിക്കൊപ്പമുള്ള അഭിഭാഷകനും വ്യക്തമാക്കിയതാണ്. അറ്റോർണി ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയതായി അഭിഭാഷകൻ അവകാശപ്പെട്ടു. അബ്ദുൾ ഫത്താഹ് മഖ്തിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല നേരത്തെ അബ്ദുൾ ഫത്താഹ് മഖ്തിന് മാത്രമാണ് വധശിക്ഷയിൽ ഉറച്ച നിലപാടുള്ളതെന്ന തരത്തിൽ പ്രചാരണം നടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് തലാൽ ആക്ഷൻ കമ്മിറ്റിയുടെ മുൻ അംഗമെന്ന പേര് വാദിച്ചവർ രംഗത്തെത്തി. എന്നാൽ ഈ പ്രചാരണങ്ങൾക്കിടയിൽ അബ്ദുൾ ഫത്താഹ് മഖ്തിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. തലാലിന്റെ കുടുംബം വധശിക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കുടുംബം തയ്യാറല്ലെന്ന നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തന്റെ ഇടപെടൽ പൂർത്തിയായി എന്നായിരുന്നു AP അബൂബക്കറുടെ പ്രതികരണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടത് മാനവികത മുൻനിർത്തിയാണ്. ഇടപെടൽ നടത്തിയ സമയത്ത് ഓരോ വിവരങ്ങളും സർക്കാരുമായി പങ്കുവച്ചിരുന്നുവെന്നും ആരെയും മറികടന്ന് ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യമനിലെ പണ്ഡിതന്മാരുമായി തനിക്ക് ബന്ധമുണ്ട്. അവർ പറഞ്ഞാൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾ കേൾക്കുമെന്ന ധാരണയുണ്ട്. പ്രായശ്ചിത്തം നൽകി മാപ്പ് നൽകുക എന്നൊരു നിയമമുണ്ട് ഇസ്ലാം മതത്തിൽ. നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുമോ എന്നറിയാൻ യമനിലെ പണ്ഡിതരോട് ആവശ്യപ്പെട്ടു. അവർ ജഡ്ജിമാരോടടക്കം സംസാരിച്ചു. ഈ കേസിൽ എന്താണ് താല്പര്യമെന്ന് അവർ ചോദിച്ചിരുന്നു. താൻ പറയുന്ന മാനവികത പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന മറുപടിയിലാണ് അവർ ഇടപെടലിന് തയ്യാറായത്. ഇതിനു പിന്നാലെ ആദ്യം വധശിക്ഷ ഒരു ദിവസത്തേക്ക് നീട്ടി, പിന്നീട് റദ്ദു ചെയ്തു. തങ്ങളുടെ പണി അതോടെ കഴിഞ്ഞു. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ തലത്തിൽ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കാന്തപുരം വ്യക്തമാക്കി. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തി വീണ്ടും രംഗത്തെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി അബ്ദുൾ ഫത്താഹ് മഖ്തി വെളിപ്പെടുത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാണ് അബ്ദുൾ ഫത്താഹ് മഖ്തിയുടെ ആവശ്യം. വധശിക്ഷ നീട്ടിവെച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാട്ടി അബ്ദുൾ ഫത്താഹ് മഖ്തി പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. 2017 ജൂലൈ 25 യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവും എന്ന
സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത്. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. അതേസമയം ചർച്ച നടക്കുന്നത് ദിയാധനവുമായി ബന്ധപ്പെട്ടാണെന്നും കുടുംബത്തെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചിരുന്നു. പണം പല വ്യക്തികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരന്റേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണെന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ ചർച്ച നടക്കുന്നത് ദിയാധനവുമായി ബന്ധപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി കുടുംബത്തിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. സഹോദരന്റേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. മാതാപിതാക്കൾക്കുള്ളത് വ്യത്യസ്തമായ നിലപാടാണ്. കേന്ദ്ര സർക്കാരിനെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.